പേര് പ്രവീൺ. ഞാൻ അന്നപൂർണ്ണ പോൾട്രി ഫാമിൻ്റെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറാണ്. അന്നപൂർണ്ണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒന്നിലധികം ബിസിനസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയാനാണെങ്കിൽ എൻമാർക്ക് ഡെയിലി ഫ്രഷ്, വിപണിയിലേക്ക് ഏറ്റവും നല്ല ഫ്രഷ് മീറ്റ് എത്തിക്കാൻ ലക്ഷ്യത്തോടെ തുടങ്ങിയ എൻമാർക്ക് ഡെയിലി ഫ്രഷ്, അന്നപൂർണ്ണ ടിമ്പർ മില്ല്, അന്നപൂർണ്ണ ഫ്യൂവൽസ്, അന്നപൂർണ്ണ പോൾട്രി ഫാം, ഇങ്ങനെ കുറച്ചധികം ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സ്ഥാപനമാണ് അന്നപൂർണ്ണ. അതിൽ തന്നെ നമുക്ക് 140ഓളം വണ്ടികളുള്ളതിനകത്ത്, വിവിധ കമ്പനിയുടെ 140ഓളം വണ്ടികളുള്ളതിനകത്ത് നമ്മൾ 30ഓളം വണ്ടി ഭാരത് ബെൻസ് ആണ്. അത് നമുക്ക് ഭാരത് ബെൻസ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം നമുക്ക് വേറൊരു വണ്ടി എടുക്കുന്നതിനെ കുറിച്ചൊരു ചിന്തയെ നമുക്ക് പോകുന്നില്ല. നമുക്ക് എപ്പോഴും ഒരു വണ്ടിയെക്കുറിച്ചൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഭാരത് ബെൻസ് എന്ന ബ്രാൻഡിലേക്കാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാളിതുവരെ ഉപയോഗിച്ച രീതിയിലാണ് നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറഞ്ഞ മെയിൻ്റനൻസും ഉയർന്ന മൈലേജുമാണ് ഭാരത് ബെൻസിൻ്റെ വാഹനങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. അത് മാത്രമല്ല, വാഹനം ഉപയോഗിക്കുന്ന ഡ്രൈവർമാരുടെ അഭിപ്രായമായിരുന്നാലും അവർക്ക് ഭാരത് ബെൻസ് മതി എന്നൊരു രീതിയിലാണ് പോകുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയായ എൻമാർക്ക് ഡെയിലി ഫ്രഷ് എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് വണ്ടികൾ കുറച്ചധികം വണ്ടി വേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമുക്കൊരു ചർച്ച നടത്തി. നമുക്ക് ഏത് വണ്ടി എടുക്കാം, കാരണം നമുക്ക് അത് ട്രിപ്പുകൾ മുടങ്ങാതെ കറക്റ്റ് സമയത്ത് ഡെലിവറി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏത് വാഹനങ്ങൾ എടുക്കാം എന്നുള്ളൊരു ചർച്ചയ്ക്കൊടുവിൽ നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് ഭാരത് ബെൻസ് മതി എന്നാണ്. അങ്ങനെ ഭാരത് ബെൻസ് നമ്മൾ ഉപയോഗിച്ച ശേഷം നമ്മളെടുത്ത തീരുമാനം 100% ശരിയായിരുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ടെക്നിക്കൽ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടായിരുന്നാലും, ഡ്രൈവർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളായിരുന്നാലും, വണ്ടിയിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്, മൈലേജ് ആയിരുന്നാലും, വണ്ടി കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്കുള്ള ഫീഡ്ബാക്ക് ആയിരുന്നാലും എല്ലാം വളരെ നല്ല രീതിയിലാണ്. ഇതിനെ നമുക്ക് എടുത്തു പറയേണ്ടത് സെയിൽസ് മാനേജറായ അൻസർ, ക്യാമ്പ് മാനേജറായ രാജേഷ് കൃഷ്ണൻ, സർവീസ് അഡ്വൈസറായ അനസ്, ഇവരൊക്കെ നമുക്ക് തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഏത് സമയത്ത് എന്ത് ആവശ്യത്തിന് അവരെ വിളിച്ച് നമ്മൾ സംശയം ചോദിച്ചാലും അവരതിന് പരിഹാരം കണ്ടെത്തി തരും. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവർക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് തരാൻ പറ്റുമോ ആ സപ്പോർട്ട് അവർ തരാറുണ്ട്. നമ്മളിവിടെ ഇത്രയും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനകത്ത് വെഹിക്കിൾ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനം നമുക്കുണ്ട്. അതിനകത്ത് ഇത്രയും വാഹനങ്ങൾ എല്ലാ മാസവും എല്ലാ വാഹനങ്ങളുടെയും മൈലേജും മെയിൻ്റനൻസും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതിനകത്ത് നമുക്ക് മനസ്സിലായത് ഏറ്റവും കുറഞ്ഞ മെയിൻ്റനൻസും ഏറ്റവും കൂടിയ മൈലേജും കിട്ടുന്നത് നമുക്ക് ഭാരത് ബെൻസിൻ്റെ വാഹനങ്ങൾക്ക് തന്നെയാണ്. അതുമാത്രമല്ല, എല്ലാ മാസവും ഈ പറഞ്ഞ അനസായിരുന്നാലും അൻസറായിരുന്നാലും രാജേഷ് ആയിരുന്നാലും ഇവർ കമ്പനി വിസിറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് രീതിയിൽ ഉള്ളതാണെന്നുള്ള ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ആ രീതിയിലുള്ള പരിഗണന അവർ നമുക്ക് തരാറുണ്ട്. ഇനി നമുക്ക് തുടർന്ന് നമ്മുടെ കമ്പനിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ വാഹനങ്ങൾ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഭാരത് ബെൻസിൻ്റെ വാഹനങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതും വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും ഭാരത് ബെൻസിൻ്റെ വാഹനങ്ങൾ തന്നെ ആയിരിക്കും.